സമയം എത്രയും ഇന്ന് വിവേട്ടനെ കാണാൻ വിവേട്ട ചത്തം തോന്നുന്നു. അയ്യോ ഇന്ന് എന്റെ വിവേട്ടൻ എവിടെ? കസ്റ്റമറൊക്കെ എപ്പോഴേ വന്നു പോയി. ഞാൻ എപ്പോഴേ ഇവിടെ വന്നിരിക്കുന്നു. ആ വൃത്തിയായിട്ടാൻ പോയി. പൈസ കിട്ടിയത് നേരെ ഇരിക്കുന്നു കാശ്. ഇതായിരിക്കുന്നു കാശ്. ഇതായിരിക്കുന്നു കാശ്. കാശൊക്കെ കിട്ടി. കഥ ചേച്ചിയാണ് ഒരു പാകിസ്ഥാനി വന്നിട്ട് എന്റെ റെഗുലറാ. അവന് 2 വീട്ടിലെ കാര്യമുണ്ട്. ദാ വന്നു ദാ പോയി. അവന് ജീൻസ് ഊരാൻ ഭയങ്കര ടൈറ്റ്. പക്ഷെ നല്ല അടിപൊളി ജീൻസ് ഇട്ടോ. ആ ജീൻസിൽ അവന് ലുക്ക് ഉണ്ട് കാണാൻ. അവൻ ഇട്ട ജീൻസ് ഒരു കാലം ഊരി, ഒരു കാലം ഊരാൻ പറ്റണില്ല. കാരണം അത്ര ടൈറ്റ് അല്ലേ. ഭയങ്കര ടൈറ്റ്. ഊരച്ച് താമസിച്ചു ജീൻസ്. ഡ്രസ്സൊക്കെ ഊരി അവൻ. ഡ്രസ്സ് ഊരി, ഷർട്ടൊക്കെ ഊരി, ടീഷർട്ടൊക്കെ ഊരി, വാച്ചൊക്കെ ഊരി, അവൻ്റെ എല്ലാം ഊരി വെച്ചു. ഒരു കാലിലെ ഊരി, ഒരു കാലം ഊരാൻ പറ്റണില്ല. ലാസ്റ്റ് ഞാൻ വലിച്ചു ഊരാൻ. അത് ഊരാൻ ഭയങ്കര താമസമായിരുന്നു. ഒരു കാലിലെ പാനിന്റെ കാല് ഞാൻ ഊരാൻ സഹായിച്ചിരുന്നിട്ട് വലിച്ചു. ഇട്ടപ്പം കയറി പാൻറ്റിന്. ഊരിപ്പം പാടായിരുന്നു. ഞാൻ ഊരി കൊടുത്തു. സിബ് മാത്രം ഊരിയാൽ മതിയായിരുന്നു. എനിക്ക് അവരെ ഫുള്ളും കാണണം. അവിടെ ഇവിടെയൊക്കെ രോമം ഉണ്ടിടാൻ നല്ല ചെറിയ ഇളം രോമം. പക്ഷെ നല്ല വൃത്തിയാ. പക്ഷെ സാധനം ഒരു 1.5 സാധനം പിന്നെ പാകിസ്ഥാനി തന്നെ. പക്ഷെ അത് നല്ല വെളുത്ത കളറ്. ഈ തൊലിയുടെ കളറ്. ഈ കളറ് പാകിസ്ഥാനല്ലേ. ഈ കളറല്ല, ഇതിനേക്കാളും നല്ല വെളുപ്പുണ്ട് ഈ കളർ. എനിക്കൊരു പാകിസ്ഥാനി വന്നു ഇപ്പൊ 2 മിനിറ്റ് ആയുള്ളൂ. 2 മിനിറ്റ് ആയുള്ളൂ. ഞാൻ ലൈവ് ഇട്ടേക്കായിരുന്നു. ഒരു പാകിസ്ഥാനി വന്നതല്ല പോയി. ഇപ്പൊ ലൈവിലെ ആൾക്കാരൊക്കെ ഇത്ര പിടിന്ന് കഴിഞ്ഞു വന്നു. ഒന്നും പറയും. 22 വയസ്സാ ചെക്കനും കേട്ടാ. വെക്കന്ന് പോയി. ഞാൻ എന്താക്കാൻ പറ്റൂ? വലിയ കുടും അല്ലട, ചെറുതായിരുന്നു, ഇച്ചിരി കുഞ്ഞത്. പിന്നെ വിവേട്ടിന് അറിഞ്ഞ ഇന്ന് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു? വിവേട്ടാ ഈ മൊബൈൽ ഇടിച്ചുകൊണ്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ട് ലിഫ്റ്റിന്റെ ഇവിടെ ഈ പാകിസ്ഥാനി പോയത് ഇറട്ടെ. അവൻ തിരിച്ചവനെ വിളിച്ചു വരുത്തിച്ചു. വേറെ ടാക്സിക്ക് അവിടെ ടാക്സി കിട്ടൂല. വേറെ ടാക്സി വിളിച്ചിട്ട് സമയം വൈകണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ അവനെ വിളിച്ചു. അവൻ വരെ റൗണ്ട് അപ്പിട്ട് എത്തിട്ടോ. അങ്ങനെ ഞാൻ ലിഫ്റ്റ് ഇറങ്ങി ഇവിടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അവിടെ സൈലന്റ് ഏരിയയിൽ വിവേട്ടാ. അങ്ങനെ ഒരു വലിയൊരു വണ്ടി, വിവിയാന്റെ പോലത്തെ ഏകദേശം വണ്ടിയാ, അതിനേക്കാളും കുറച്ചുകൂടെ ഇതുണ്ട്. ആ ഒരു വണ്ടിയിൽ 3 ആണുങ്ങൾ വെള്ള ഇട്ടിട്ട് എൻ്റെ ഫ്രണ്ടിൽ വണ്ടി നിർത്തിയിട്ട് വണ്ടി നിന്ന് ഇറങ്ങുന്നില്ല. എൻ്റെ കാലം എനിക്ക് മൊത്തം ടെൻഷനായി. ഞാൻ മൊബൈൽ മുടിച്ചോണ്ട് ഞാൻ അങ്ങനെ ആകെ വിറയിലും. ഇതൊന്നും ഇങ്ങനെ ഇരിക്കുന്ന കുറെ വെള്ളയും എന്ത്. ഞാൻ മോനെ വിളിച്ച്, നമ്മുടെ ചെക്കല്ലേ അവനെ വിളിച്ചിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ നിൽക്കുന്നുണ്ടല്ലോ അവിടെ, നീ അങ്ങനെ വണ്ടിയിലൊന്നും കയറാൻ നിൽക്കണ്ട, അങ്ങനെയാണ് ഇന്നൊന്നും എനിക്ക് പേടിയാവണമെന്നു. അപ്പൊ ഞാൻ ഇവനോട് സംസാരിക്കുന്ന അങ്ങോട്ട് സംസാരിച്ചു. ഇവര് വണ്ടിന്ന് ഇറങ്ങി 3 പേര് കേക്കിട്ടാ. ഞാൻ ഇങ്ങനെ നിൽക്കുന്ന നോക്ക്. ഞാൻ എന്നിട്ട് അവനോട് ഒന്ന് ധൈര്യം പിടിച്ചിക്കാൻ പറഞ്ഞു. ഞാൻ എന്താക്കി ദേഷ്യപ്പെട്ട് ഇങ്ങനെ നിന്നു. എന്നിട്ട് ഞാൻ ഫോൺ കട്ടാക്കിട്ടാ. അത് കഴിഞ്ഞിട്ട് വിവേട്ട് ഇവന്മാരി വണ്ടിയിൽ ഇരുന്നുകൊണ്ട് പേപ്പേ നടിക്കുക, സൗണ്ട് കേൾപ്പിക്കുക, വെട്ടം തെളിച്ച്. ഞാൻ മൈൻഡ് അടിക്കാൻ പോയില്ല. ഞാൻ ഇങ്ങനത്തെ നിന്നു. എന്നിട്ട് ഒരു വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടേ ബിജി ചേച്ചി അല്ലേ ചിരിച്ചുകൊണ്ട് എന്നെ ടെൻഷൻ അടുപ്പിക്കണേട്ടാ. വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടി വന്നിട്ട് ഷെയ്ക്കരുത്, ബിജി ചേച്ചി അല്ലേ എന്ന്. ഇതിനാണ് എന്നെ ഇത്ര നേരം വണ്ടി ഓപ്പോസിറ്റ് എന്നെ പേടിപ്പിച്ചത്. എന്നിട്ട് അവന്മാർ ചോദിച്ചു, ബി ചേച്ചി കുറിച്ചുമാലല്ലേ എന്തെവിടെ? ഞാൻ പറഞ്ഞു ഓപ്പണ ഞാൻ വർക്കിന് വന്നു. എന്നിട്ട് ഇവന്മാർ എൻ്റെ നമ്പർ മേടിച്ചു കേട്ടാ. കാരണം നല്ല ചെക്കന്മാരായിരുന്നു. കാരണം നല്ല ഹൈറ്റും നല്ല വണ്ണളക്കും നല്ല അടിപൊളി ചെക്കന്മാരാ 3 പേര്. നമ്പർ മേടിച്ചു. ഞാൻ നമ്പർ കൊടുത്തു. എന്നിട്ട് എന്നോട് ചോദിച്ചു, ബി ചേച്ചി ഫ്രീ ആണോ? ഞാൻ ഇപ്പം ഫ്രീ അല്ല, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പം നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. നിങ്ങൾ വിളിച്ച സെയിം ബിൽഡിൽ തന്നെ അവർ താമസിക്കുന്നത്. അവന്മാർ എന്നെ കണ്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ എൻ്റെ ഫ്രണ്ടിൽ കുറേ നേരം നിർത്തിയിട്ട് ഇതാക്കി. എന്നിട്ട് വണ്ടി തിരക്കിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഷെയ്ക്കാൻ്റെ നിൽക്കുന്നു. നമ്മൾ പേടിച്ചു പോകത്തില്ലേ? ഞാൻ നൊന്നും ശരിക്കും പേടിച്ചു. എന്നാൽ എന്തായാലും പൈസ ലക്ക് കിട്ടി. വിവേട്ട് 2 മണിക്കൂറത്തേക്ക് ഇത് പറഞ്ഞത് കേട്ടാ. 5 മിനിറ്റ് പോലും ഞാൻ അവൻ്റെ റൂമിൽ ഇരുന്നില്ല. വെറും 2 മിനിറ്റ്. ഞാൻ ഇവിടെ വന്ന് ചെക്കൻ ചിരിക്കുക. നമ്മുടെ മറ്റേ ചെറുക്കൻ അവൻ ഭയങ്കര ചിരി. ലാഭമായി പോയില്ലേ? എനിക്ക് ലാഭമായി, വണ്ടിക്കാശും കിട്ടി.
ഞാൻ റൂമിലെത്തിയപ്പോൾ ഞാൻ കൃത്യം ഒരു 9 മണി 9:30 ഞാൻ റൂമിലും വന്നു. ഇങ്ങനെ ഒരു കുറെ പൊട്ടന്മാര് കേട്ടാ. പക്ഷെ അതല്ലെങ്കിലും കറക്റ്റാ. 2 മണിക്കൂർ ചിലരെടുക്കും. പിന്നെ ചില ആൾക്കാർ 2 മണിക്കൂർ എടുക്കൂട്ടാ കേട്ടാ. ഇവ 2 മണിക്കൂർ എടുത്തില്ല, കാരണം അവൻ ഇഷ്ടപ്പെട്ടില്ല എന്നെ. സംഭവം വേറൊന്നുമല്ല, അവൻ എന്നെ ഇഷ്ടപ്പെട്ടില്ല. അവൻ ഉദ്ദേശിച്ചത് അവനെ നന്നായിട്ട് സൂപ്പിച്ചു കൊടുക്കുന്ന. ഞാൻ വെക്കെന്ന് കളഞ്ഞു കൊടുത്തു. അതോടെ അവനും മടുത്തു. അവൻ വിചാരിച്ചത് ബീച്ചേച്ച് വേറെ എന്തൊക്കെയോ അവനെ ചെയ്യും, സൂപ്പിച്ചു കൊടുക്കും 2 മണിക്കൂർ എന്നാണ് അവൻ വിചാരിച്ചത്. ഞാൻ അവിടെ ചെന്നപ്പോ എന്റെ ശ്വാസം പോയി എന്റെ വിവേട്ടാ. പിന്നെ ഞാൻ എങ്ങനെ അവനതാക്കാനാ? അതോടെ അവന് മനസ്സിലായി, കളഞ്ഞിട്ട് പോട്ടെ എന്ന് ചോദിച്ചിട്ട് അവന് ഒരു തരിപ്പിന് വിരിച്ചതാ. 2 അടിച്ചുകൊണ്ട് നിന്നപ്പോ ഒരു തരിപ്പ് അങ്ങനെ കണ്ട് വിളിച്ചതാ. ഇനി അവൻ എന്നെ വിളിക്കൂല, എന്നെ ബ്ലോക്ക് അടിച്ചു. ഇപ്പൊ ഞാൻ നോക്കി അവന്റെ വാട്സപ്പ്, ഇപ്പൊ എന്നെ ബ്ലോക്ക് അടിച്ചു. നമുക്കൊന്നു പോയ വേറെ ഒന്നും. സംഭവം അവൻ എന്നെ ഇഷ്ടായില്ല. ഇപ്പൊ ഞാൻ നോക്കിയപ്പോ ആ മരം എന്നെ ബ്ലോക്ക് അടിച്ചു. പ്രൊഫൈൽ പിക്ചർ കാണാനില്ല, ബ്ലോക്ക് അടിച്ചു. ഇങ്ങനൊക്കെ എങ്ങനെ അവരൊക്കെ അടുത്ത് പോയിരിക്കുക? ഒന്ന് ചിരിക്കെങ്കിലും വേണ്ട മയിലെ നമ്മുടെ മൂത്ത് നോക്കി, അതും ഇല്ല. പിന്നെ ഇവരൊക്കെ അടുത്ത് ഞാൻ പക്ഷെ എനിക്ക് കാശ് കിട്ടിട്ടോ. എനിക്ക് ഒരു വട്ടം പോലും പിന്നെ വിളിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നെ ബ്ലോക്ക് അടിച്ചാ വൃത്തിയായിട്ടാണ്. ഇപ്പൊ ബ്ലോക്ക് അടിച്ചിരിക്കും ഉണ്ടല്ലോ, കുറെ നമ്മൾ തുറന്നോളും. എപ്പോഴേലും ഇത് തരിക്കുമ്പോ എന്നെ വിളിക്കും, ഞാൻ പോവും. ഓഫർ ഉണ്ടോ? അത് പോട്ടെ, അത് പോയി. അവൻ വിചാരിച്ചല്ലെന്നറിയ വിവേട്ടാ. ഞാൻ അങ്ങോട്ട് തിരുമ്മി അങ്ങനെ 2 മണിക്കൂർ അങ്ങ് സൂചിപ്പിച്ചു കൊടുക്കുന്നതാണ് അവൻ വിചാരിച്ചത്. ഒന്നും നടന്നില്ല. ഇതിപ്പോ ഒരു പാകിസ്ഥാനി ഒന്നും കണ്ടില്ലേ? 2 മിനിറ്റ് പോലും ഞാൻ എടുത്തില്ല. 2 എണ്ണത്തിന് ഒപ്പം കിട്ടുമ്പോ റേറ്റ് എത്ര? പക്ഷെ നല്ല കാശ് വന്നിട്ട് കേട്ടോ, നമ്മൾ ഉദ്ദേശിച്ചേക്കാളും കാശ് വന്നു. വീട്ടിൽ നോക്കിയേ, ഇത് ലാഭമല്ലേ ഈ കാശ്? നോക്കിയേ, നോക്ക് വാട്സപ്പ് നോക്ക്, ഇത്രയും കിട്ടി, ലാഭമല്ലേ? നോക്കിയേ, മറ്റൊരു നമുക്ക് നല്ല ലാഭമുള്ള കാശല്ലേ? നോക്ക്, കണ്ട ലാഭല്ലേ? ഇവിടെ വെറുതെ ഇരുന്ന ചുമ്മാ കിട്ടുമോ കാശ്? ആ കാശ് നമ്മൾ എത്ര കസ്റ്റമർ എടുക്കണം? ലാഭമല്ലേ വിവേട്ടാ? 200 വണ്ടിക്കാശ് പോയി. അടിപൊളി അല്ലേ? ഞാൻ പറഞ്ഞത് കുറച്ചാ പറഞ്ഞത്, പക്ഷെ അവൻ എനിക്ക് കൂടുതൽ വന്നു. പക്ഷെ അതിൽ വണ്ടിക്കാശ് 200 പോയി. നമ്പർ 05599. ഞാനും മറ്റേ ചെറുക്കനും നമ്മുടെ അവനില്ല, അവന് കിടന്ന് ഞാൻ ചിരിച്ചിരിച്ച് ചത്ത്. ഇന്നലെ അവിടെ പോയിട്ട് ഇതേപോലെ 2-3 കസ്റ്റമറെ കിട്ടിയാൽ മതി വിവേട്ടാ. സത്യം, ഒരു മാസത്തിന് ഇതേപോലെ 2 മണിക്കൂറത്തേക്ക് ഒരു നൈറ്റോ ഒരു 5 കസ്റ്റമറെ കിട്ടിക്കഴിഞ്ഞാൽ ഈ എന്താ പറയാ, ഇവിടെ കിടന്ന് ഇറക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഇല്ല, ഇന്ന് ടെൻഷൻ ഇല്ല. 10-ന് ഇന്ന് റെന്റ് കൊടുക്കാൻ പോയ, ഇന്ന് റെന്റ് കൊടുക്കല്ലേ? പക്ഷെ അവര് ഫുള്ള് ചോദിക്കോ? 3300 കൊടുക്കുള്ളൂ കേട്ടാ.